ഏതെങ്കിലും ദിവസമേ നമ്മൾ പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെങ്കിൽ തലനാളെ രാത്രി പിറ്റേസത്തേക്കുള്ള പണികളൊക്കെ ഒരുക്കി വെക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഇത്തിരി അവിയിലാക്കാച്ചു. ഇന്ന് രാവിലത്തെ അടുക്കള പണി കുറച്ച് എളുപ്പമാവൂലോ. കഷ്ണങ്ങളൊക്കെ നുറുക്കുകയാണ്. എനിക്കുണ്ടല്ലോ കഷ്ണങ്ങൾ നെല്ലം പോലെ നുറുക്കാൻ അറിയൂല എന്ന് ചെറിയ വലുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന്. അപ്പൊ ഞാനിങ്ങനെ പീസുകളൊക്കെ അധികം ഉള്ളതൊക്കെ ഞാൻ തിന്നു. കേരറ്റല് തിന്നാൻ പറ്റുള്ളൂ, ചേനയും മുരിങ്ങക്കായും തിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ തിന്ന് പാകാക്കിയ കഷ്ണങ്ങളെല്ലാം അതാ വേവിച്ച് അവിയിലാക്കാണ്. കൂടെ തന്നെ സാമ്പാറും ഒക്കെ ഉണ്ട്. ഈ നേരത്തെ സത്യം പറഞ്ഞാൽ വീട്ടിലെ എല്ലാവരുടെയും ഊണൊഴിക്കൽ കഴിഞ്ഞു. ഏട്ടൻ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഓർക്കും കൂടെ കഴിക്കാൻ കൊടുത്ത് പാത്രം കഴുകിയിട്ടാണ് വെച്ചുണ്ടാക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കി, അവിയലുണ്ടാക്കി, കൂടെ ഞാന് പച്ചപ്പട്ടാണി മസാലയൊക്കെ ഇട്ട് വേവിച്ചു വെച്ചു. തൊട്ടടുത്ത ദിവസം ചപ്പാത്തിക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്. അവിയലൊക്കെ വെന്ത് വേഗം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ കുപ്പിയോ എടുത്തപ്പോഴത്തേക്കും പീച്ച് ഒറ്റിക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതെല്ലാം അങ്ങനെ ആക്കി വെച്ചു. കുറച്ച് കറിവേപ്പില കൂടെ വേണമായിരുന്നു, അത് ഉണ്ടായിരുന്നില്ല. പിന്നെ പച്ചപ്പട്ടാണിയൊക്കെ മസാല ഇട്ട് വേവിച്ച് വെച്ചു. ഇനി ബാക്കി തേങ്ങ അരച്ച പാരലൊക്കെ രാവിലെ വെക്കാച്ചു. സാമ്പാറും റെഡിയായി. ഇനി ഇതൊക്കെ ആറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കൂ കേട്ടോ. കൂട്ടത്തില് ചപ്പാത്തിയും കൂടെ കുഴച്ച് ഉരുട്ടി വെക്കുകയാണ്. എന്നാ പിന്നെ അത് രാവിലെ വേഗത്ത് പരത്തി ചുട്ടാ മതിയല്ലോ. ഇതൊക്കെ നമ്മൾ മുന്നേ ജോലിക്ക് പോയിരുന്നില്ലേ, നേരം വെച്ചാകുമ്പോ 7 മണിക്ക് ജോലി സ്ഥലത്ത് എത്തിയിരുന്നില്ലേ. ആ ഒരു സമയത്ത് തലനാള് പണി വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അന്ന് കിട്ടിയൊരു ഐഡിയകളൊക്കെയാണ് ഇതൊക്കെ. തൊട്ടടുത്ത ദിവസം നമ്മൾ നേരത്തെ അമ്പലത്തിലൊക്കെ പോയായിരുന്നു. 7 മണി 7:30 ആയപ്പോഴത്തേക്കും ഉണ്ണികൾക്ക് സ്കൂളിലേക്ക് പോകണ്ടേ, ടിഫിൻ കഴിക്കണം, ഊണ് കൊണ്ടുപോകണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണികളെല്ലാം ഒരുക്കി നമ്മൾ മേലൊക്കെ കഴുകി കിടക്കുകയാണ് ചെയ്തേട്ടോ. സൗണ്ട് പോയി കിടക്കുകയാണ്. ചങ്കുവേനയും പനിയൊക്കെയാണ്, അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയെ. സൗണ്ടൊക്കെ ഓക്കെ ആയി, ചങ്കുവേനൊക്കെ മാറിയിട്ട് വീഡിയോ എടുക്കാന്ന് ഓർത്തയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെടുത്ത് വന്നില്ലെങ്കിൽ ഒരു ഇടങ്ങേറാ.